പതിറ്റാണ്ടുകളായി കോർപ്പറേഷൻ ഭരണം കൈയാളിയുന്ന ഇടതുപക്ഷത്തെ ഇടിച്ചിളക്കി ബി.ജെ.പി. ബജറ്റ്. 2000 പേർക്ക് വീടും എല്ലാ വാർഡിലും അമൃത ഫാർമസിയും ബജറ്റിൽ പ്രഖ്യാപനം വന്നു. വമ്പൻ പ്രഖ്യാപനമാണ് ബി.ജെ.പി. ഭരണസമിതി ബജറ്റിലുടനീളം നടത്തിയത്. സംസ്ഥാനത്ത് ഇതാദ്യമായാണ് ബി.ജെ.പി. ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബജറ്റിനായി ജനങ്ങൾ കണ്ണുകൾ കൂർപ്പിച്ചത്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ബജറ്റായിരുന്നു ഡെപ്യൂട്ടി മേയർ ആശാ നടത്തിയത്. ആദ്യ ബജറ്റ് വാഗ്ദാനം വീടില്ലാത്തവർക്ക് 2000 വീടുകൾ. PM ഭവന യോജന എന്ന ഭവന പദ്ധതിയിലൂടെ 2000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. 50% വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുന്ന അമൃത ഫാർമസികളിൽ 101 വാർഡിലും 40% വിലക്കുറവിൽ പരിശോധന നടത്താവുന്ന ഹെൽത്ത് ലാബുകൾ 50 ഇടങ്ങളിലും പ്രധാന പ്രഖ്യാപനങ്ങളിൽ പെടുന്നു. കോർപ്പറേഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനായി 15 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനം നൽകുന്ന ഫിലിം അവാർഡ് മാതൃകയിൽ കോർപ്പറേഷൻ പുതിയ അവാർഡ് സിറ്റി ഫിലിം അവാർഡ് എന്ന പേരിൽ നൽകാനും തീരുമാനമായി. ഇതിനായി 15 ലക്ഷം രൂപ വകയിരുത്തും. ആമയിഴഞ്ഞാൽ പദ്ധതിയും കരമനയാറും വൃത്തിയാക്കാൻ ആനന്ദതീർത്ഥം പദ്ധതി. നേമത്ത് സിനിമ തിയേറ്റർ, ഓഡിറ്റോറിയം ഉൾപ്പെടെ മൾട്ടിപ്ലക്സ് കോംപ്ലക്സിനായി 2 കോടിയുടെ പദ്ധതി. അടൽ ക്യാൻറ്റീൻ എന്ന പേരിൽ 20 രൂപയുടെ ഭക്ഷണ പദ്ധതി. മൊത്തത്തിൽ ഇടതിനെ മലത്തിയടിച്ച ബജറ്റ് പ്രഖ്യാപനമായിരുന്നു ബി.ജെ.പി. ഭരണസമിതി ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ നടത്തിയത്.